മറ്റു വാർത്തകളിലേക്ക് SIR പ്രകാരം പുറത്താകുന്ന വോട്ടർമാരിൽ അധികവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉള്ളവർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങളിലാണ് പുറത്താകുന്നവരിൽ 22% വോട്ടർമാരും ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകൾ പ്രകാരം 58,828 വോട്ടർമാരാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്താകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പേർ പുറത്താകുന്നതും തിരുവനന്തപുരത്താണ്, ഏകദേശം 28%. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതെത്തിയ മണ്ഡലമാണ് ഇത്. പുറത്താകുന്നവരുടെ എണ്ണം കൂടുതലുള്ള മറ്റു മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവുമാണ്. മൂന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ. വ്യാജ വോട്ടർമാരിലൂടെയാണ് BJP മുന്നേറ്റമെന്ന ആക്ഷേപങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. തിരുവനന്തപുരം നഗരത്തിൽ തൃശ്ശൂർ മോഡൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, നേമമണ്ഡലം. അതാണ് BJPക്ക് ഉറപ്പായും ജയിക്കുമെന്ന് ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 12,000-ലധികം ഫ്ലാറ്റുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. 12,000 ഫ്ലാറ്റുകൾ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ ലീഡ് നേടിയ 6 മണ്ഡലങ്ങളിൽ നിന്നായി ഏകദേശം 25 ലക്ഷം പേരാണ് പുറത്താകുന്നത്. സുരേഷ് ഗോപിക്ക് 559 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച തൃശൂർ മണ്ഡലത്തിലെ 29ാം ബൂത്തിൽ പുറത്താകുന്ന വോട്ടർമാരുടെ എണ്ണം 337 ഇതിൽ 334 പേരെയും കണ്ടെത്താനായിട്ടില്ല. നഗരമണ്ഡലങ്ങളിൽ മാറിപ്പോകുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. എന്നാൽ ആറ്റിങ്ങലും മഞ്ചേശ്വരവും ഉൾപ്പെടെ BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അജ്ഞാത വോട്ടർമാരുണ്ട് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPIM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.